ജോർജേ, മരിപ്പിനുള്ള വടയും ചായ ഞാൻ തരുന്നുണ്ട്. ഇപ്പോഴല്ല, പിന്നെ ചില പട്ടികൾ കടിക്കും, ചിലത് കുറയ്ക്കും, ചിലത് കാക്കിയിടും. വെറുതെ എന്റെ കൈ കൊണ്ട് നേർച്ചിരിക്കില്ലേ. വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ന്യൂ ഇയറിന്റെ തലേദിവസം 2 പയ്യന്മാരെ പോലീസ് അകാരണമായിട്ട് തല്ലുകയും മർദ്ദിക്കുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടു. അന്ന് തന്നെ ഒരുപാട് ആളുകൾ പറഞ്ഞു, എന്താണ് പോലീസുകാരൻ അങ്ങനെ ചെയ്തത്, പറഞ്ഞാൽ മാറുമായിരുന്നല്ലോ, എന്തിന് തല്ലി എന്നുള്ളതൊക്കെ ആയിരുന്നു ചോദ്യങ്ങൾ. അന്നും ആ പയ്യന്മാർക്ക് നല്ല സ്വീകരണം കിട്ടി. അത്രമാത്രം ആളുകൾ അവരെ സ്വീകരിച്ചു. അവരുടെ ഭാഗത്ത് തെറ്റില്ല, പോലീസുകാർ ചെയ്ത് തെറ്റാണെന്നുള്ളത്. അന്നൊരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ പോലീസുകാർക്ക് എവിടെ നിന്നെങ്കിലും കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. അതേ പയ്യന്മാര് തന്നെ ലുലു മാളിൽ വെച്ച് ആ പോലീസുകാരൻ യൂണിഫോമിൽ അല്ലാത്ത സമയത്ത് നല്ല രീതിയിൽ പണി കൊടുത്തു. വലിയ ബീജിയവും കാര്യങ്ങളൊക്കെ ഇട്ടത് ആഘോഷിക്കുന്നുണ്ട്. ഡിവൈഎഫ്ഐക്കാരാണത് ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ടും SFIക്കാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ രാഷ്ട്രീയം ഒന്നും നോക്കാതെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ചില പോലീസുകാർക്ക് അങ്ങനെ തല്ല് കിട്ടേണ്ടതാണ് എന്നൊക്കെ പറയുന്നത്. ഈ നാട്ടിലൊരു നിയമമുണ്ട്, നിയമ സംവിധാനങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതെന്നൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണ എനിക്കുണ്ട്. എന്നാൽ പോലും ചില പോലീസുകാരുടെ ഇത്തരം പ്രവണതകൾക്ക് 4 എണ്ണം കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ നമുക്ക് തോന്നുന്ന ആ ഒരു സമയത്ത് തന്നെ 4 എണ്ണം കിട്ടി എന്നുള്ളതാണ്. അയാളുടെ കൂടെ സഹോദരിയോ ആരും ഉണ്ടായിരുന്നു, സ്ത്രീ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ തിരിച്ച് പയ്യന്മാർക്ക് കേസ് കിട്ടാനുള്ള സാധ്യത 99% നല്ല 8ന്റെ പണി തിരിച്ചു കിട്ടും. എന്നാലും ഒരു കാര്യവുമില്ലാത്ത പയ്യന്മാരെ തല്ലിയ പോലീസുകാരന് തിരിച്ചു കിട്ടിയതിൽ സന്തോഷം അവരെ പോലെ എനിക്കും തോന്നി എന്ന് പറയേണ്ടി വരും. അന്നേ ദിവസം നടന്ന ഒരു കാര്യം കൂടി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ പയ്യന്മാരെ തല്ലിയ ദിവസം നടന്നതാണ്. നമുക്ക് അതും കൂടി ഒന്ന് പരിശോധിക്കാനുണ്ട്. നിനക്കൊക്കെ സെക്യൂരിറ്റി തന്നേക്കുന്നത് നിനക്കൊക്കെ തോന്നിയ ദിവസം കാണിക്കാനാ? എന്റെ കൈ കയറി പിടിച്ചല്ലേടാ, അല്ലേ? എന്റെ കൈ കയറി പിടിച്ചല്ലേ? ഈ വിവരം നീ ഇത് കണ്ടോളണം കേട്ടാ. നീ ഇത് കണ്ടോളേ. നിനക്ക് ആളിനെ മനസ്സിലായില്ല കേട്ടാടാ. നീ കാണേ കേട്ടാ. പോലീസ് പോലീസ് ഇതാണ് പോലീസ് അല്ലേ? അല്ലേ, ഇതാണ് പോലീസ് അല്ലേ? നല്ല സ്ലോ മോഷൻ ഇട്ട് കാണിക്കുന്നുണ്ട്. ഇടിവളൊക്കെ കയ്യിലെടുത്തിട്ടാണ് അവൻ തല്ലാൻ നിൽക്കുന്നത്. പക്ഷെ തല്ല് കിട്ടിയത് അവനാണെന്ന് നോക്കണം എന്നുള്ളതാണ്. എന്തായാലും കിട്ടേണ്ടത് കിട്ടുക തന്നെ ചെയ്യും, കൊടുക്കേണ്ടത് കൊടുക്കുക തന്നെ വേണം എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. കാക്കിക്കുള്ളിൽ കയറി കഴിഞ്ഞാൽ ചില ആളുകൾ ഒരു വൃത്തികെട്ട സ്വഭാവം അങ്ങ് കാണിക്കാറുണ്ട്. തനി ചെന്നായ്ക്കളുടെ സ്വഭാവം. അവർ മനഃപൂർവ്വം പല ആളുകളെ ആക്രമിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പോലീസുകാരനെ ഒരു കൊടും കുറ്റവാളി കത്തിയെടുത്ത് കുത്തിയത് നമ്മൾ കണ്ടു. അതിനൊരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല കേട്ടോ. പോലീസുകാരിൽ നല്ലവരായ ഒരുപാട് മനുഷ്യന്മാരുണ്ട്, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്, മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ കഴിയുന്ന മനുഷ്യന്മാരുണ്ട്. ഇവിടെയുള്ള ആളുകളുടെ നികുതി പണം കൊണ്ടാണ് എനിക്ക് ശമ്പളം കിട്ടുന്നതെന്നും ഈ നാട് രക്ഷിക്കണം, സംരക്ഷിക്കണം, അതിനാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്നും മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന പോലീസുകാരുണ്ട്. പക്ഷെ ചില ആളുകൾ ഈ ഇടിവണ്ടിയിൽ വരുന്ന പോലീസുകാരുണ്ടല്ലോ, അവർ ട്രെയിനിങ്ങിന്റെ സമയത്തായതുകൊണ്ട് തന്നെ ഏതെങ്കിലും നാട്ടിൽ നിന്നാവും ഏതെങ്കിലും നാട്ടിൽ വന്ന് തല്ലാനൊക്കെ പോകുന്നുണ്ടാവും. അത് പോലീസുകാർ ലാത്തി ചാർജ് പറയുമ്പോൾ കയറി അങ്ങ് മേയുന്നതാ. അവർക്ക് ധൈര്യമായി അടിച്ചങ്ങ് പോകാം. പക്ഷെ ചില ആളുകൾ അങ്ങ് സ്കെച്ച് ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കും. ഈ പോലീസുകാരന് ഇതോടുകൂടി അടി നിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവർക്കെതിരെ വീണ്ടും കേസും കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ പോലീസുകാരനൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യനെയും തല്ലാനല്ല നമ്മൾ പോലീസ് സേനയിലേക്ക് വന്നിട്ടുള്ളത് എന്നും നിയമം സംരക്ഷിക്കാനാണെന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അന്നേ ദിവസം നടന്ന വീഡിയോന്റെ മുഴുവനായിട്ടൊന്ന് കാണണ്ടേ? ലുലു മാളിൽ വെച്ച് നടന്നത് ഒന്ന് കാണാം. അവര് സംസാരിച്ചു ഷാപ്പിനകത്ത്
ഓക്കെ, നല്ലൊരു ചവിട്ട് കിട്ടി, ഒരു ചവിട്ടല്ല 2 ചവിട്ട് കിട്ടി. അയാൾ പോലീസുകാരെ കൂട്ടത്തിലായിരുന്നു അന്ന്, അതുകൊണ്ട് നല്ല പുലിയെ പോലെ തന്നെയാണ് പണിയെടുത്തത്. നല്ല ഒരടി ആ പയ്യനെ തലക്കടിച്ചു, 2 പേരെ അടിച്ചു. അത് ചോദ്യം ചെയ്ത സ്ത്രീയെ കയ്യിൽ പിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും കിട്ടേണ്ടത് കിട്ടുമ്പോൾ തോന്നേണ്ടത് തോന്നും എന്നൊക്കെ പറഞ്ഞത് വളരെ ശരിയാണ് എന്നുള്ളതാണ്. പോലീസുകാർ തന്നെയാണ് ഈ കാര്യത്തിൽ ഇത്തരം ആളുകൾക്ക് ഒരു ട്രെയിനിങ് കൊടുക്കേണ്ടത്. ഒരാളെയും അകാരണത്താൽ അടിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത്. പകരം അടി കൊണ്ട ആള് എന്തെങ്കിലും കേസുമായി പോയി കഴിഞ്ഞാൽ അത് പരിഹരിക്കാനെങ്കിലും ശ്രമം നടത്തണം എന്നുള്ളതാണ്. എന്ത് കാരണം കൊണ്ടാണ് പയ്യനെ അടിച്ചത്? തിരിച്ച് അയാളുടെ ഒരു ധാർഷ്ട്യം നമ്മൾ കണ്ടതാണ്. ആ പയ്യനെ പിന്നാലെ സംസാരിക്കുമ്പോൾ ഇങ്ങോട്ട് ആദ്യം തള്ളിയിട്ടുണ്ട്, അതിന്റെ ഭാഗമായിട്ടാണ് അങ്ങോട്ട് തള്ളിയിട്ടുള്ളത്. വേണമെങ്കിൽ ബാക്കി ഭാഗം കൂടി ഒന്ന് കാണാം. ആൾക്കാർ അടിക്കേണ്ടത് അടിയടാ നിന്റെ അടുത്താണ് ചോദിക്കണത്. അന്ന് നടക്കുന്ന F06 പേടിയാ. അന്ന് നിങ്ങൾക്ക് ഭയങ്കര ഉറപ്പായിരുന്നല്ല, ഇപ്പൊ നിന്റെ ഉറപ്പ് ഒലിച്ചു പോയാ. പോലീസുകാരെ ശരിക്കും പേടിച്ചിട്ടുണ്ട്. അതിനാണ് ഇങ്ങനെ നോക്കണം, കണ്ണുരുട്ടി നോക്കിയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇയാളൊക്കെ SI ആയി കഴിഞ്ഞാൽ അവസ്ഥ ഞാൻ കുറിച്ച് ചിന്തിക്കുന്നത്. നല്ല നല്ല പരിപാടിയാവും കാണിച്ചുകൊണ്ടിരിക്കുക, നല്ല കലാപരിപാടി ആയിരിക്കും കാണിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്തായാലും ആ പയ്യന്മാരെ ഇങ്ങോട്ട് മർദ്ദിച്ചു. പോലീസ് യൂണിഫോം ഇട്ടിട്ടാണ് മർദ്ദിച്ചത്. തിരിച്ച് ആ പയ്യന്മാരത് ചോദ്യം ചെയ്തപ്പോൾ ആദ്യം ഈ മനുഷ്യൻ അങ്ങോട്ട് തള്ളി, അതിന്റെ ഭാഗമായി അവർ തല്ലി. അവർക്കെതിരെ കേസ് വരുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇതൊരു കലാപരിപാടി ആയിട്ട് ഭാവിയിൽ ഇങ്ങനെ നീണ്ടു പോകുമോ എന്ന് പോലും പറയാൻ കഴിയില്ല. എന്തായാലും പോലീസ് സേനയിൽ കുറച്ച് ആളുകൾ, മോശപ്പെട്ട ആളുകളുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലും ഉണ്ടാവും, നമ്മൾ ശരിക്കും നോക്കിയാൽ കാണാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷെ ചില ആളുകൾ നല്ലത് ഉള്ളത് കൊണ്ടാണ് പല പോലീസ് സ്റ്റേഷനിലും ആളുകളൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയാത്തതും ചെയ്യാത്തതും. എന്തായാലും കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയത് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. പക്ഷെ നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല. ഒരു മനുഷ്യനെയും തല്ലാൻ പോലീസുകാർക്ക് അവകാശമില്ല. അതും പബ്ലിക് പ്ലേസിലാണ് അത്തരം ഒരു സംഭവം നടന്നിട്ടുള്ളത്. തിരിച്ചും അതേപോലെ പയ്യന്മാർ കാണിച്ചതും തെറ്റുണ്ട്, 2 കൂട്ടരും ചെയ്തത് തെറ്റാണ്. പക്ഷെ ഈ പയ്യന്മാരായിരിക്കും ഇതിന്റെ പിന്നാലെ ഇനി നടക്കേണ്ടി വരിക എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഓക്കെ, ഇനി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തൂ. ഈ പോലീസുകാർക്ക് കിട്ടേണ്ടതാണോ കിട്ടിയത്? വീണ്ടും ഒരു പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.